ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ ലഞ്ചാണ് റെഡിയാക്കുന്നത്. ജീര റൈസും പനീർ മട്ടർ മസാലയാണ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മട്ടർ മസാലയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പനീർ എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ പീസ് മട്ടറും ഉണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഗ്രേവിക്കുള്ള സാധനങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള അല്ലെങ്കിൽ മീഡിയം ടൈപ്പ് 2 സവാള, അതുപോലെ ഒരു പിടി കാഷ്നട്ട്, 3-4 പീസ് ജിഞ്ചർ, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയ ജിഞ്ചർ, അതുപോലെ 4-5 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 സ്പൂൺ ജീരകം, അതുപോലെ ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം. ഇത് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കാര്യം, ഞാനതിൽ പൗഡർ ഗരം മസാല ആയിട്ട് ഇടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഹോൾ സ്പൈസസ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഗ്രേവി ആക്കാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. വെളിച്ചെണ്ണ പാടില്ല. നമുക്ക് സൺഫ്ലവർ ഓയിലോ അതേപോലെ കോൺ ഓയിലോ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയില് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഹോൾ സ്പൈസസ് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇത് ഓരോന്ന് ഉള്ളതാണ്. അതും കൂടെ കൊടുക്കുന്നത്. ഓരോ പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഉടനെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ സവാള അരിഞ്ഞു വെച്ചത്, ഒരു വലിയ സവാള ആയിരുന്നു, അല്ലെങ്കിൽ മീഡിയം ടൈപ്പ് 2 സവാള, ഒരു പിടി കാഷ്നട്ട്, ഈ സമയത്ത് നമുക്കൊരു 3 തക്കാളി, കുഞ്ഞു 3 തക്കാളിയാണിത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇതിന് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് തണുത്തതിന് ശേഷം തണുത്തതിന് ശേഷം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ പേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ ഇത് വേവിക്കാം. അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാൻ പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. എന്നാലേ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിനൊപ്പം കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത്, 1/4 സ്പൂൺ
സ്പൂണല്ല, ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള, നമ്മൾ ആദ്യം വഴറ്റി തണുപ്പിച്ച് അരച്ചെടുത്തില്ലേ, ആ പുട്ട് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രേ ഒഴിക്കുന്നുള്ളൂ. ഇനി ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. തിളച്ചു തുടങ്ങുമ്പോൾ ഇത് മുകളിലേക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ വീഴാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചേക്കുവാണ്. തീ കൂട്ടി വെച്ചാൽ ഇത് പൊട്ടിത്തെറിച്ച് മേത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കൊടുക്കുകയാണ്. അതുപോലെ ഈ സമയത്ത് ഒരു പിഞ്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ പനീറും ആഡ് ചെയ്യും. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പനീർ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നേരം കുക്ക് ചെയ്യണ്ട. ഒരുപാട് കുക്ക് ചെയ്താൽ പനീർ കട്ടിയായി പോകുന്ന പറയുന്നത്. അതുകൊണ്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതിയാവും. ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണം. ഇത് കസൂരി മേത്തിയാണ്. 1 സ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്യണം. അതുപോലെ നമ്മൾ മല്ലിയില ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 2 കഷ്ണം ബട്ടറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. ഞാനിവിടെ ചോറ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിലേക്ക് 1 സ്പൂൺ ജീരകം ഇട്ടു കൊടുക്കാം. 1 സ്പൂൺ നിറച്ചിട്ടിട്ടുണ്ട് ഞാൻ. അപ്പം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച ചോറാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.